ഡോക്ടർ മോഹൻ വർഗീസ്, ഈ തമിഴ് രാഷ്ട്രീയത്തിലെ ഈ വീരാരാധന അങ്ങേയറ്റം പ്രധാനമാണ് തമിഴക രാഷ്ട്രീയത്തിൽ. ഈ പുതിയ തലമുറകൾ പോലും ഇതിൽ നിന്ന് മാറി ചിന്തിക്കുന്നില്ല എന്നതല്ലേ ഈ വിജയുടെ വരവോടുകൂടി നാം കാണേണ്ടത്. അതിൽ വളരെ കൃത്യമായി വിജയനെ പിന്തുടരുന്നവർ ഈ 18 വയസ്സ് മുതൽ അല്ലെങ്കിൽ ടീനേജ് കുട്ടികൾ മുതൽ ഉള്ളവരാണ്. ഏറ്റവും കൂടുതലുള്ളത് ഈ ചെറിയ കുട്ടികളാണ്. അപ്പോൾ പുതിയ തലമുറ പോലും രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് ഈ താര ആരാധനയാണ് ഏറ്റവും വലിയ പ്രധാനം എന്ന് കരുതുകയാണ് തമിഴ് രാഷ്ട്രീയത്തിൽ. അതിന് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ലേ? അതങ്ങനെ എളുപ്പം മാറുന്നൊരു കാര്യമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു തമിഴക DNA ഉണ്ടല്ലോ, അത് നൂറ്റാണ്ടുകളായി സ്ഫുടം ചെയ്തെടുത്ത ഒരു കാര്യം തന്നെയാണ്. ഒരു വീരൻ എന്ന് പറയുന്നത് എക്കാലത്തും തമിഴകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് വീരത്വം കാണിക്കാൻ സാധിക്കുന്നത് 2-3 ഇടങ്ങളിലാണ്. ഒന്ന് കായിക ഇനങ്ങളിലാണ്. അപ്പോൾ തമിഴ്നാടിൻ്റെ തനതായ കായിക ഇനം അതായിരുന്നല്ലോ എറുതഴുതൽ, മഞ്ചു വിരട്ടൽ, അതായത് കാളയുമായി ബന്ധപ്പെട്ട ജല്ലിക്കെട്ടെന്നൊക്കെ ഇന്ന് പറയുന്ന അതിൻ്റെ ഒരു പൂർവ്വ രൂപം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കാർഷിക വ്യവസ്ഥയിൽ പണ്ട് മുതലേ ഉണ്ടായി. ജല്ലിക്കെട്ടിൻ്റെ തമിഴകത്തെ ആദിമ ഈ സംഘകാലത്തൊക്കെ പറഞ്ഞിരുന്ന പേര് എറുതഴുതൽ എന്ന് പറയും. അതായത് ഏറുകാളയെ മെരുക്കിയെടുക്കുന്ന, അതിൻ്റെ പൂഞ്ചിയിൽ പിടിച്ചുകൊണ്ട് കിടന്ന് മെരുക്കിയെടുക്കുന്ന ഒരു തരം സ്പോർട്ട് ഈവൻ്റാണ്. അങ്ങനെ വരുന്ന വീരനെ പുൽകുന്ന അഴകികളിങ്ങനെ കാത്തു നിൽക്കും. അഴകി എന്ന് പറഞ്ഞ സുന്ദരികളായ സ്ത്രീകൾ. അപ്പോൾ അവിടെ ഒരു വീരനായിരിക്കണം. ഒന്നുകിൽ ഒരു പുലിയെ കൊന്ന് പുലിപ്പൽ താലി ഉണ്ടാക്കി താലി അണിയിക്കുന്ന ഒരു വീര കഥ, അല്ല എങ്കിൽ ഈ പറയുന്ന ഒരു ഏറുകാളയെ മെരുക്കിയെടുക്കുക, അല്ലെങ്കിൽ മഞ്ചു വിരട്ടൽ എന്നും പറയും. ഇതൊക്കെയായിരുന്നു പഴയ വിനോദ. ആ ഒരു DNA ഇപ്പോഴും തുടരുന്നു. ഇന്നിപ്പോൾ കാളപ്പോരോ ഒന്നും കാര്യമായിട്ടില്ല. അതുകൊണ്ട് അത് രാഷ്ട്രീയത്തിലേക്ക്, സിനിമാ രംഗത്തേക്കും രാഷ്ട്രീയത്തിലേക്കും ആ വീരാരാധന നീങ്ങി. കേരളത്തിൽ ആ രീതിയിലുള്ള വീരാരാധനയല്ല. ഇവിടെ മോഹൻലാലോ മമ്മൂട്ടിയോ മറ്റേതെങ്കിലും സിനിമാ താരമോ ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ വന്നത് രാഷ്ട്രീയ കക്ഷിയുടെ പിൻബലത്തിലാണ്. സുരേഷ് ഗോപിയുടെ ഒരു ഡൈനമിസം ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതൊരു വീരാരാധന എന്ന് കൃത്യമായി പറയാനാവില്ല. തമിഴകത്ത് അങ്ങനെയല്ല. ഇത് രാഷ്ട്രീയമായി ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുന്നു. പക്ഷേ മിസ്റ്റർ വിജയ് മറന്നുപോയൊരു കാര്യമുണ്ട്. ഒരു വശത്തിപ്പോൾ ഫേംലി എൻട്രഞ്ച്ഡ് ആയ ഒരു കെയ്ഡർ പാർട്ടിയുണ്ട്. DMKയുടെ നയങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അവർക്കൊരു സംവിധാനമുണ്ട്, കൃത്യമായ കെയ്ഡർ വർക്കുണ്ട്. ദ്രാവിഡ രാഷ്ട്രീയത്തെ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്രചരണ സംവിധാനമുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും DMKയ്ക്ക് കൃത്യമായ അണികളെ കൂടെ നിർത്താൻ കഴിയുന്നുണ്ട്. അവർക്കൊരു പ്രോഗ്രാമുണ്ട്. പക്ഷേ മറുപക്ഷത്തെ AIADMK 4-5 ചിതറി നിൽക്കുകയാണ്. OPS വിഭാഗം, EPS വിഭാഗം, അതുപോലെ ജയലളിതയുടെ മകൻ TTK ദിനകരൻ്റെ വിഭാഗം എന്നു വേണ്ട, തോഴി ശശികല എന്ന് വേണ്ട ഒരുപാട് വിഭാഗങ്ങളായി ചിതറി നിൽക്കുന്നു. അപ്പോൾ മുൻപുണ്ടായിരുന്ന ഒരു ഫാൻ ഫോളോയിങ് ഇപ്പോൾ ജയലളിതയ്ക്ക് ശേഷം AIADMKയുടെ ഗതി അധോഗതി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ AIADMK കുറച്ചു കാലം BJP ബാന്ധവം ഉപേക്ഷിച്ചൊറ്റയ്ക്ക് നിന്നു. ഇപ്പോൾ വീണ്ടും BJP ബാന്ധവത്തിലേക്ക് വന്നിരിക്കുന്നു. ഇത് റീകൂപ്പറേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴത്തെ BJPയും ADMKയും ഒക്കെയുള്ള പ്രതിപക്ഷങ്ങൾ. ഇപ്പോൾ നോക്കൂ, CBI അന്വേഷണത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ CBI അന്വേഷണത്തെക്കുറിച്ച് കൂടി ഒരു നിരീക്ഷണം പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് CBI കേന്ദ്ര ഏജൻസിയാണല്ലോ. CBIയുടെ ഒരു അന്വേഷണത്തിലേക്ക് അത് വിജയാണ് ആവശ്യപ്പെട്ടത് എന്നതാണ് കൗതുകകരമായ കാര്യം. BJP വിമർശിക്കുന്ന, കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന, കേന്ദ്ര നയങ്ങളെ വിമർശിക്കുന്ന വിജയ് ഇപ്പോൾ നടന്ന ഒരു സ്റ്റാമ്പീഡ്, അത് ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം മാത്രം പോരാ, ഒരു CBI അന്വേഷണം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് നീക്കുപോക്കിനുള്ള സാധ്യതയാണ്. ഇപ്പോൾ വിജയിന് ഇപ്പോൾ ഒരു പൊസിഷൻ ഓഫ് സ്ട്രെങ്തിൽ നിന്നുകൊണ്ട് ഒരു പാർട്ടിയുമായും വിലപേശാൻ ഒക്കില്ല. വിജയിൻ്റെ ആഗ്രഹം ഒറ്റയ്ക്ക് DMKയെ മെരുക്കിയെടുക്കാം. ഒരു ത്രികോണ മത്സരം വരും. DMK ഒരു വശത്തും തൻ്റെ പാർട്ടിയായ തമിഴക വെട്രി കോൺഗ്രസ് കഴകം മുഖ്യ പ്രതിപക്ഷമായും, പിന്നീട് മറ്റ് പാർട്ടികളെല്ലാം കൂടെ AIADMK മുന്നണി ഒരു 3-ാം മുന്നണിയായിട്ട് നിൽക്കുമ്പോൾ അതിനുള്ളിൽ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തേരിലേറി എല്ലാ ഭരണവിരുദ്ധ വികാര വോട്ടുകളും തനിക്കായി വരികയും BJPയും ADMKയും അപ്രസക്തമായി പോവുകയും ചെയ്യുക എന്ന വിജയിൻ്റെ കാൽക്കുലേഷൻ പാളിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വിജയ് കുറച്ചുകൂടെ സെൻസിബിളായി ചിന്തിച്ചാൽ അവശേഷിക്കുന്ന ഫാൻ ഫോളോയിങ്, അവശേഷിക്കുന്ന ക്രെഡിബിലിറ്റി, ഇപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നു, അത് വിജയ് മനഃപൂർവ്വമായി
വിജയ് മനഃപൂർവ്വമായി ഉണ്ടാക്കിയെടുത്തൊരു സംഭവമല്ല. അപ്പോൾ അതുകൊണ്ടാണ് വളരെ കെയർഫുള്ളായി ആണ് ഈ പിന്നെ ഭരണപക്ഷം പ്രതികരിച്ചത്. MK സ്റ്റാലിൻ, മുഖ്യമന്ത്രി സ്റ്റാലിൻ കമാന്നൊരക്ഷരം വിജയിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചില്ല. വിജയിനെതിരെ കേസ് ഉണ്ടായിട്ടില്ല. കാരണം തമിഴ് മക്കൾക്ക് മറ്റൊരു നേരത്തെ സൂചിപ്പിച്ച ഒരു വികാരം കൂടിയുണ്ട് ശ്രീമതി നീലിമ. അതായത് ഒരു വിക്ടിം ആണ് എന്ന് കരുതിയാൽ, അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ വിക്ടിമൈസ് ചെയ്തു എന്ന ഒരു ഫീലിംഗും കൂടെ വരാം. ജയലളിതയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം സർവ്വസംഹാരദൂതയായി ജയലളിത വീണ്ടും കടന്നു വരുന്നത് കണ്ടു. കരുണാനിധിയുടെ അറസ്റ്റിന് ശേഷം കരുണാനിധിയുടെ DMK വൻ ശക്തി ആർജിച്ച് തിരമാല പോലെ ആർത്തിരമ്പി വരുന്നത് കണ്ടു. അതുകൊണ്ട് വിജയ് അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാനുള്ള പ്രധാന കാരണം കുശാഗ്രബുദ്ധിയായ സ്റ്റാലിൻ്റെ തീരുമാനമാണ്, DMKയുടെ ആ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് വിജയിന് ഇനിയിപ്പോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്ന് DMK എതിർക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഒരുപക്ഷെ വിജയ് ഒരു പുനർവിചിന്തനം നടത്തിയാൽ ഞാൻ അത്ഭുതപ്പെടില്ല. ഒന്നുകിൽ രാഷ്ട്രീയത്തിൽ നിന്നും മാറിപ്പോകേണ്ടി വരും, അല്ല എങ്കിൽ AIADMK മുന്നണിയുമായി ഒരു നീക്കുപോക്കിൻ്റെ ഭരണവിരുദ്ധ വികാരം നാലായി ചെതറിപ്പോകാതെ ഒരു നീക്കുപോക്കിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വിജയ് വരാനുള്ള സാധ്യതയും പൂർണ്ണമായി ഈ തരുണത്തിൽ തള്ളിപ്പറയാനാവില്ല. പക്ഷേ വിജയ് ഇതുവരെ പറഞ്ഞ BJP വിരുദ്ധമായോ മറ്റ് വിരുദ്ധമായോ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഒരുപക്ഷെ മാറ്റിപ്പറയേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ.